ഈ നഗരത്തിന്റെ ഒരു വികസനമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പഴയ നമ്മുടെ പഞ്ചായത്ത് കെട്ടിടമൊക്കെ ഒന്ന് പൊളിച്ച് അങ്ങനെ എന്തോ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നേരത്തെ? നമുക്ക് അങ്ങനെ ഒരു ടൗണില് ഇപ്പം നമ്മുടെ ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു വലിയ ആവശ്യമാണ് ചെറിയ ചെറിയ പരിപാടികൾ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു പൊതുവേദി അവർക്ക് കിട്ടണമെന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യം. അപ്പം നമുക്ക് ഒരു പഴയ പഞ്ചായത്ത് കെട്ടിടം ഒന്ന് പൊളിച്ചിട്ട് അത് നമുക്ക് ഇപ്പം അവിടെ മിനി സ്റ്റേഡിയവുമായിട്ട് നമ്മളങ്ങ് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്റ്റേജ് അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് നമുക്കവിടെ ഉണ്ടാക്കാം. ആ ഓപ്പൺ സ്റ്റേജ് ഉണ്ടാക്കിയാൽ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സെൻട്രൽ ജംഗ്ഷനിലേക്കും അതിൻ്റെ ഫേസ് കിട്ടും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു മിനി സ്റ്റേഡിയത്തിന് അങ്ങോട്ടും ഇതിൻ്റെ ഫേസ് കിട്ടും. അപ്പം ഒരു വലിയ പരിപാടി ടൗൺ നിറഞ്ഞു നടക്കുന്ന പരിപാടിയാണെങ്കിൽ അങ്ങോട്ട് താഴോട്ട് തിരിഞ്ഞ് നിൽക്കാൻ പറ്റും. അതല്ലേ അത് പിന്നെ നമ്മുടെ മിനി സ്റ്റേഡിയത്തിൻ്റെ അങ്ങോട്ടാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് സീറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു പെർമനന്റ് സീറ്റിംഗ് സംവിധാനം. അപ്പം നമ്മുടെ ഈ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ചെറിയ ചെറിയ പരിപാടികൾ അതൊക്കെ ഈ സന്ധ്യാസമയങ്ങളിൽ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ അവർക്ക് യാതൊരു പൈസയും മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ മറ്റൊന്നും അവർക്ക് കൊണ്ടുവന്ന് അത് അവതരിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ അത് ആളുകൾക്ക് ഇരുന്ന് അത് കാണുന്നതിനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടാകും. ഇനി ഏതെങ്കിലും കാരണവശാൽ മഴയുടെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് നേരെ മിനി സ്റ്റേഡിയത്തിലേക്ക് അത് മാറ്റിയാൽ മതി. അവിടുത്തെ സ്റ്റേജും കാര്യം അവിടെ നിൽക്കും. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വലിയ സമ്മേളനം നടത്താനുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ ഉണ്ടാകും. അപ്പം അങ്ങനെ അത് നമ്മൾ കൊണ്ടുവരിക. പിന്നെ നമ്മുടെ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ ഇടുക്കിക്കോല ബൈപ്പാസിലെ നമ്മുടെ തണലിടം അപ്പം അത് ഇതുപോലെയുള്ളൊരു പരിപാടിയാണ്. ഒരു 10-50 ലക്ഷം രൂപ മുടക്ക് വരുന്നതാണ്. എന്നാലും അവിടെ ഈ ആളുകൾക്കൊക്കെ ഒന്ന് വന്നിരിക്കുക. തിരുവനന്തപുരത്തെ മാനവീയം രീതി പോലെ അതെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യം. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മുനിസിപ്പൽ ബിൽഡിങ്ങിൻ്റെ അടുത്ത് തന്നെ നമുക്കൊരു ഓപ്പൺ ജിമ്മ്, വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓപ്പൺ ജിമ്മ് നമ്മളവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ വരുമ്പോൾ ഈ കട്ടപ്പന മാറി വരുമ്പോൾ ഉണ്ടാകേണ്ട ചില സൗകര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും പഴയ പഞ്ചായത്ത് ഓഫീസ് അത് പൊളിച്ചു മാറ്റി ഇത്തരത്തിലുള്ള ഒരു സൗകര്യം നമ്മളവിടെ ഉണ്ടാക്കണം എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.